ഇപ്പൊ നമ്മൾ പോകുന്നത് ജമ്മു കാശ്മീരിലെ ഗുൽമാർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ അതിമനോഹരമായ കാഴ്ചകൾ ഉണ്ട്. അത് മഞ്ഞിൽ പൊതിഞ്ഞ കാഴ്ചകളാണ്. നമുക്കിവിടെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്നുള്ള പർവ്വത നിരകളിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ ആ വീഡിയോയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമുക്ക് ആ മഞ്ഞുമല, അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മഞ്ഞുമലയുടെ ആ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 30 കിലോമീറ്റർ ഉണ്ട് ആ മഞ്ഞ് കൂടിക്കിടക്കുന്ന ആ സ്ഥലത്തേക്ക് എത്താൻ. അവിടേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. കാഴ്ചയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. എത്ര സുന്ദരമായ കാഴ്ചകളാണ്, എത്ര സുന്ദരമായ കാഴ്ച. ഇത് അത്യാവശ്യം നല്ലൊരു സിറ്റിയാണ് ഈ സ്ഥലം. നമ്മള് ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്ക് എത്താൻ വളരെ ഏകദേശമുള്ള 300 കിലോമീറ്റർ വളരെ അപകടകരമായ ഒരു ഡ്രൈവിംഗ് തന്നെയാണ്. മിക്ക സമയങ്ങളിലും റോഡ് അടഞ്ഞു കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് TV മാധ്യമങ്ങളിൽ ഒക്കെ. വളരെ ദുഷ്കരമായ റോഡും കൂടെയാണ്. എന്നാലേ നമ്മൾ കാശ്മീരിലേക്ക് വരുമ്പോൾ, ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ റോഡൊക്കെ വളരെ നിരപ്പിലാണ് കിടക്കുന്നത്. പക്ഷെ അതിലിപ്പുറത്ത് ചെല്ലുമ്പോൾ പിന്നെയും കുന്നുകൾ നമുക്ക് കാണാം. നമ്മൾ വയനാട് ചുരമൊക്കെ കയറി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വയനാട് ചുരം താഴെ നിന്ന് അടിവാരത്ത് നോക്കുമ്പോൾ അതിഭയങ്കരമായ ഉയരത്തിലാണ് വയനാട് നിൽക്കുന്നത് നമുക്ക് കാണാം. പക്ഷെ നമ്മൾ വയനാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വയനാട്ടിലെ മിക്ക ഭാഗങ്ങളും നിരപ്പാണ്. എന്നാൽ അതിനപ്പുറത്തെ കൊടുമുടികളും കുന്നുകളും ഒക്കെ നമുക്ക് അവിടെ കാണാം. അവിടെയും ഈ ഭാഗങ്ങളിലൊക്കെ നിരപ്പാണ്. പക്ഷെ എന്നാൽ അതിന് മറുവശം കൂടെ ഉണ്ട്. അതിഭയങ്കരമായ പർവ്വത നിരകൾ. നമുക്കറിയാം കാർഗിലിനെ കുറിച്ചും ലഡാക്കിനെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാശ്മീരിൽ കാണാനായിട്ട് കഴിയും. നമ്മളിപ്പോൾ ഗുൽമാർഗിലേക്കുള്ള എൻട്രിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മളീ കാണുന്ന റോഡുണ്ടല്ലോ, ആ റോഡ് മുഴുവൻ ഒരു നവംബറിലെ മഞ്ഞുവീഴ്ച ആരംഭിക്കും. ഇപ്പൊ ഡിസംബറിലൊക്കെ ഇത് പൂർണ്ണമായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുകയായിരിക്കും ആ സമയങ്ങളിലൊക്കെ. അപ്പൊ ആ സമയത്ത് പിന്നെ യാത്രകളൊക്കെ മിഷൻ കൊണ്ട് റോഡ് ക്ലീൻ ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്ക് നമ്മുടെ കാശ്മീർ വിശേഷങ്ങളിലേക്ക് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോകളിലൊക്കെ കാണാം. നമ്മൾ ഈ താഴേക്ക് കിടക്കുന്ന റോഡ് ഇപ്പൊ നമുക്ക് കാണാം. जम्मू कोई बात नहीं, थैंक यू. നമുക്ക് ഈ കാണുന്ന റോഡുണ്ടല്ലോ, അത് ബാരാമുള്ളയിലേക്ക് പോകുന്ന റോഡാണ്. നമ്മൾ ബാരാമുള്ളയെ കുറിച്ച് ഒരുപാട് വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ട്. ഇവിടെ ഇതൊരു ചെക്കിംഗ് ആണ്. നമ്മളീ കാണുന്ന ഭാഗങ്ങളെല്ലാം ഫോറസ്റ്റിന്റെ ഭാഗങ്ങളാണ് കേട്ടോ. അതിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇത് വല്ലാതെ പുളഞ്ഞു കിടക്കുന്ന റോഡാണ് കേട്ടോ. ഒരുപാട് വാഹനങ്ങൾ അവിടേക്ക് വരുന്നുണ്ട്. ഈ ഞങ്ങൾ പോകുന്ന കാറിന്റെ പുറകിൽ ഒരുപാട് വാഹനങ്ങൾ രാവിലെ വരുന്നുണ്ട്. അതെല്ലാം അവിടത്തേക്കുള്ള വാഹനങ്ങളാണ്.
ഇനി നമുക്ക് ഗുൽമാർഗിലേക്ക് 7 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ മഞ്ഞുകാലത്ത് ഡിസംബറിലൊക്കെ ഈ റോഡുകളെല്ലാം മഞ്ഞ് മൂടിപ്പൊതച്ച് കിടക്കുകയായിരിക്കും. ആ സമയത്ത് മിഷൻ കൊണ്ടുവന്നാണ് മഞ്ഞ് ക്ലീൻ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ഈ റോഡിലൂടെ പോകുമ്പോൾ ഈ മരങ്ങൾക്കപ്പുറത്ത് ഒരു വെളുത്ത ഒരു ഭാഗം അല്പം നമ്മൾ കണ്ടു. ഇവിടുന്ന് ദൃശ്യങ്ങൾ ലഭിക്കുന്നില്ല. അത് അവിടുത്തെ മഞ്ഞുമലയാണ്. അതിൻ്റെ ഒരു ഭാഗം ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്തിട്ടിരുന്നു. നമുക്കിവിടെ നിന്ന് അത്ര വ്യക്തമല്ല മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട്. എന്നാലും നമുക്ക് ഈ മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് കാണാനായിട്ട് പറ്റും. ആ കാണുന്നുണ്ടല്ലോ ആ വെളുത്ത ഭാഗം, ആ വെളുത്ത ഭാഗം മഞ്ഞുമലയാണ്. അപ്പോൾ നമ്മളൊരു മനോഹരമായ ഒരു കാഴ്ച കാണാൻ പോവാണ് കേട്ടോ. ഈ ചെറിയൊരു കുന്ന് കയറി ചെല്ലുന്നത് കണ്ണിന് മനോഹരമായ ഒരു കാഴ്ച. നമ്മളിപ്പോൾ കാശ്മീരിലാണ് നിൽക്കുന്നത്. നമ്മളങ്ങനെ ആ കാഴ്ച കാണാൻ പോവാണ്. കണ്ടോ, എത്ര വണ്ടികളാണെന്നറിയാമോ അവിടത്തേക്ക് യാത്ര? എത്ര വണ്ടികളാണെന്നറിയാമോ രാവിലെ? ഞങ്ങളിപ്പോഴേ മുകളിലുള്ള ഈ പർവ്വതത്തിൻ്റെ കാഴ്ച കണ്ട് ഞങ്ങളിപ്പോൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയാണ് കേട്ടോ. നമ്മളിപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ, ഇപ്പം കണ്ട കാഴ്ചയാണ്. നമ്മൾ യാത്ര ആരംഭിച്ചത് ശ്രീനഗറിൽ നിന്നാണ്. ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് 60 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്തു. ഇപ്പോൾ നമ്മൾ ഗുൽമാർഗിൽ എത്തുകയാണ്. ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് നമുക്കിവിടെ എത്താൻ ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. ഇവിടെ നമ്മൾ ഗുൽമാർഗിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കയറി. പക്ഷെ ഇവിടെ ട്രാഫിക്കിൻ്റെ വലിയ നിയന്ത്രണങ്ങളുള്ള ഒരു പ്രത്യേകമായ സ്ഥലമാണ്. ഗുൽമാർഗിൻ്റെ ആകെയുള്ള പാർക്കിംഗ് ശേഷി ഏകദേശം 1500 വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വരുന്നത് 6000-ലധികം വാഹനങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോൾ സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അതായത് 2026 ജൂലൈ 5 മുതൽ ഓഗസ്റ്റ് 5 വരെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരു വാഹന ക്രമീകരണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഈ നിയമമെന്ന് പറയുന്നത്. ചില പ്രത്യേക തീയതികളിൽ ഒറ്റ അക്കങ്ങൾ മാത്രമുള്ള വാഹനങ്ങൾ മാത്രമേ വിടുന്നുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗുൽമാർഗിലേക്ക് വരുന്ന ഏതു സഞ്ചാരിയും ഈ ഡേറ്റുകൾ നിശ്ചയിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ വരാവൂ എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കാശ്മീരിൻ്റെ ഹൃദയഭാഗത്ത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2650 മീറ്റർ ഉയരത്തിലാണ് ഈ ഗുൽമാർഗ് സ്ഥിതി ചെയ്യുന്നത്. പൂക്കളുടെ പുൽമേട് എന്ന പേരിന് തക്ക വിധം പ്രകൃതി സൗന്ദര്യത്തിൻ്റെ അപൂർവമായ വിരുന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ശൈത്യകാലത്ത് ഈ പ്രദേശം മുഴുവനും മഞ്ഞായിരിക്കും. നമുക്കവിടെ വണ്ടി ഇടാനുള്ള സൗകര്യം കിട്ടിയില്ല കേട്ടോ. നമ്മൾ കുറേ കൂടെ മുന്നോട്ട് വരികയാണ്. നോക്കിയേ, എന്തും മനോഹരമാണ് ഏറ്റവും മുകളിലെ
ആ മഞ്ഞൾ പുതച്ച് കിടക്കുന്ന ആ പർവ്വതം, അതുപോലെ തന്നെ പച്ച പൈൻ മരങ്ങളും ദേവദാരു മരങ്ങളുമൊക്കെ. കുതിര ഇങ്ങനെ പോവുകയാണ്. കാരണം നമുക്ക് നടന്ന് ചെല്ലാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ കുതിരസവാരിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. പച്ചപ്പിൻ്റെ വിശാലമായ താഴ്വര എന്ന് നമുക്കിപ്പോൾ തോന്നും. പക്ഷേ അങ്ങനെയല്ല. ഇവിടെ എല്ലാം മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ആ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിലോ സങ്കല്പിച്ച് നോക്കൂ. ആളുകളൊക്കെ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ വാഹനം കുറേ കൂടെ മുന്നോട്ട് പോവുകയാണ്. കുറച്ചുകൂടെ നല്ല കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഞങ്ങളുടെ വണ്ടി അവിടെ ഒന്നും പാർക്ക് ചെയ്തില്ല. കാരണം ഞങ്ങളുടെ കാറ് ഒരു ലോക്കൽ രജിസ്ട്രേഷനുള്ള കാറാണ്. എന്ന് പറഞ്ഞാൽ ജമ്മു രജിസ്ട്രേഷനുള്ള കാറാണ്. നമ്മളിപ്പോൾ ഈ വലതുവശത്തൊരു കെട്ടിടം കാണുന്നുണ്ട്. അത് വെൽക്കം ഹോട്ടൽ ഗുൽമാർഗ്. ഒരു മനോഹരമായൊരു ഹോട്ടലാണ്. കാശ്മീരിൻ്റെ പരമ്പരാഗതമായ ശൈലി അനുസരിച്ച് മരം കൊണ്ട് ഉപയോഗിച്ച നിർമ്മാണ രീതിയിലുള്ളൊരു കെട്ടിടമാണ്. ഇതൊരു 3 സ്റ്റാർ ഹോട്ടലാണ്. നമുക്ക് നമ്മുടെ നാട്ടുമ്പുറം പോലെ ഇങ്ങനെയൊക്കെ തോന്നിയാലും ശരിക്കു പറഞ്ഞാൽ മഞ്ഞുകാലമാകുമ്പോൾ, ഡിസംബർ ജനുവരി മാസമാകുമ്പോൾ ഇതെല്ലാം മഞ്ഞിൽ പുതച്ച് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. അന്ന് ഈ റോഡുകളെല്ലാം മഞ്ഞിൽ പുതച്ച് കിടക്കും. നമ്മൾ ഇനി കാണാൻ പോകുന്നതായിരിക്കുന്ന ഒരു കെട്ടിടമുണ്ട്. ഇപ്പോൾ ഈ കുതിരകളെയൊക്കെ നമ്മൾ കണ്ടു. എതിരെ ഒത്തിരി വാഹനം വരുന്നുണ്ട്. കണ്ടോ, നമ്മുടെ നാടും ഇതുമായിട്ടൊന്നും വലിയ ഒരു വ്യത്യാസമുണ്ടെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നത്തില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നതായിരിക്കുന്ന കെട്ടിടം ഗുൽമാർഗിലെ വളരെ പ്രശസ്തമായ രാജാ ഹട്ട് എന്ന ഒരു കെട്ടിടമാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നത്, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാശ്മീരിൻ്റെ തനത് ശൈലിയിൽ മരം കൊണ്ട് നിർമ്മിച്ച മനോഹരമായൊരു കോട്ടേജാണ്. നമുക്ക് ഇപ്പോൾ നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കവിടെ റൂം ബുക്ക് ചെയ്യാനായിട്ട് കഴിയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ. ഇവിടെ സഞ്ചാരികൾക്ക് കുതിരസവാരി നടത്താനുള്ള പ്രധാന ഹോഴ്സ് റൈഡിങ് പോയിന്റിനടുത്താണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കുന്നില്ലേ, ആ കുന്നെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഹരിത ഗോൾഫ് കോഴ്സുകൾ ഒന്നാണ്. 2650 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗോൾഫ് കോഴ്സ് നിർമ്മിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. 1904 ഇത് കളിക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത്. നമ്മളങ്ങ് ദൂരെ കാണുന്നതായിരിക്കുന്ന മഞ്ഞുമല അപർവത്ത് പർവ്വതമാണ്. നമുക്കിത് വളരെ അടുത്തായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷെ എത്ര ദൂരം ഉണ്ടെന്നറിയാമോ? നമ്മൾ റോഡ് മാർഗം പോയാൽ 13 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ അതിൻ്റെ ആകാശ ദൂരം എന്ന് പറയുന്നത് 5 കിലോമീറ്ററാണ്. അപ്പോൾ 5 കിലോമീറ്റർ അകലെയുള്ള ഈ മനോഹരമായ മഞ്ഞ് പുതച്ച പർവ്വതമാണ് നമ്മൾ ഇത്ര അടുത്തതുപോലെ കാണുന്നത്. എത്ര സുന്ദരമാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഒരിക്കലും നമുക്ക് കണ്ണ് മാറ്റാൻ കഴിയുന്നില്ല. അതുപോലെ വളരെ സുന്ദരമാണ്. പഞ്ചസാര മണൽ പോലെ ഇങ്ങനെ കിടക്കുകയാണ് ആ മഞ്ഞ് തരികൾ. എത്ര കണ്ടിട്ടും നമുക്ക് നോക്കിയേ, ഇത് 5 കിലോമീറ്റർ ദൂരെയുള്ള കാഴ്ചയാണ് കേട്ടോ. പക്ഷെ നമ്മൾ റോഡ് മാർഗം പോകണമെങ്കിൽ 13 കിലോമീറ്റർ ഉണ്ട്. അത്രയും ദൂരമുണ്ട്. പക്ഷെ എത്ര സുന്ദരമായ കാഴ്ച. മനോഹരം, അതിമനോഹരമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ.
ഇതാണ് ഗോൾഫ് ക്ലബിൻ്റെ ഒരു പ്രവേശന കവാടം. ഇപ്പോൾ നമ്മൾ കാണുന്നത് സെന്റ് മേരീസ് ചർച്ചാണ്. ഇത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സമയം 2026. അപ്പോൾ 2026 നമ്മൾ ചിന്തിക്കുമ്പോൾ 124 വർഷത്തെ പഴക്കമുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് ഇത് നിർമ്മിച്ചത്. ഇത് ബ്രിട്ടീഷുകാരുടെ അവരുടെ തനതായ ശൈലി, കല്ലും മരവും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച മനോഹരമായ ഒരു ദേവാലയമാണ്. അന്നത്തെ ഗുൽമാർഗിൽ അവധിക്കെത്തിയിരുന്ന ബ്രിട്ടീഷ് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു ആരാധന കേന്ദ്രമായിരുന്നു അത്.